വെസ്റ്റ് ഏഷ്യ വാറിൻ്റെ പുതിയ ദിശയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആദ്യം ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞു 4-5 ദിവസത്തേക്കുള്ള വാർ കാണത്തില്ല. പിന്നെ അൺഎക്സ്പെക്റ്റഡായിട്ട് ഈ പറയുന്ന ഇറാനിയൻ മിസൈല് ഗൾഫ് മേഖല മുഴുവൻ അറ്റാക്ക് ചെയ്യുന്നു, ഹോർമസ് പിടിച്ചെടുക്കുന്നു. ഈ സംഭവത്തിൻ്റെ വാറിൻ്റെ പൂർണ്ണമായിട്ടും ദിശ മാറ്റി. കൃത്യമായിട്ട് പറയാം, വാഷിങ്ടൺ പോസ്റ്റിൻ്റെ റിപ്പോർട്ടുണ്ട്. അതായത് അമേരിക്കൻ അനലിസ്റ്റുകൾ മാത്രമല്ല, ഗ്ലോബൽ അനലിസ്റ്റുകളെ വെച്ച് ഈ സാറ്റലൈറ്റ് ഇമേജ് വെച്ച് പറയുന്നുണ്ട്, ഈ ഏകദേശം ഇറാൻ്റെ മിസൈൽ ഫാക്ടറികളും അതായത് മിസൈൽ സ്റ്റോറേജ് ചെയ്തതും സ്ട്രെയിൻ കണ്ടീഷനിലാണ്. അതായത് ഏകദേശം 29ഓളം ഫാക്ടറികളിലാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത് സ്റ്റോറേജിന്. അതെല്ലാം അണ്ടർഗ്രൗണ്ടായിരുന്നു. അമേരിക്കൻ B-2 ബോംബേഴ്സൊക്കെ വെച്ചാണ് ഇത് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അതായത് അതിൻ്റെ അളവ് കുറയുന്നു, അറ്റാക്കിൻ്റെ എണ്ണവും കുറഞ്ഞു. അതായത് ഗൾഫ് മേഖലയിലോട്ട് കുവൈറ്റിൽ വലിയ അറ്റാക്ക് ഉണ്ടായി. അതേപോലെ തന്നെ ഈ ഗൾഫ് മേഖലയിൽ, അതായത് മിഡിൽ ഈസ്റ്റ് ആണെങ്കിലും സൗദി ആണെങ്കിലും ബഹ്റൈൻ ആണെങ്കിലും കുവൈറ്റ് ആണെങ്കിലും എയർ ഡിഫൻസ് സിസ്റ്റം നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് ഖത്തർ ഉൾപ്പെടെ. അപ്പം ഞാൻ ഈ പറയുന്ന വാറിന് പുതിയൊരു ദിശ എന്ന് പറയുന്നത്, അമേരിക്കൻ സേനയും ഇസ്രായേൽ സേനയും ഇതൊരു കരയുദ്ധം, അതായത് ബൂട്ട്സ് ഓൺ ദ ഗ്രൗണ്ട് ബൂട്ട്സ്, ആ ഒരു പരിപാടിക്ക് അവർക്ക് താല്പര്യമില്ലായിരുന്നു ആദ്യ സമയത്ത്. പക്ഷേ പിക്ചർ മുഴുവനും മാറി. ഇവരുടെ ധാരണ ഇവിടെ പലയിടത്തും ബോംബിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇറാൻ സറണ്ടർ ആകും. പക്ഷെ അങ്ങനല്ല, ഇറാൻ സറണ്ടർ ആയില്ല. അതല്ല, അവരുടെ റെസിസ്റ്റൻസിൻ്റെ മാക്സിമം ശ്രമിക്കുകയാണ്. അതേപോലെ തന്നെ ഹോർമസ് പിടിച്ചെടുക്കുമെന്ന് ഈ പറയുന്ന അമേരിക്കയുടെ സെക്കൻഡ് ഒപ്പീനിയൻ്റെ അകത്തും ഉണ്ടായിരുന്നു. പക്ഷേ ഗൾഫ് രാജ്യങ്ങൾ അത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇനി നമ്മൾ ഇതിൻ്റെ ഗൾഫിലെ ഈ ഹോർമുസും കർഗ് ഐലൻഡ്, അതേപോലെ തന്നെ ഹൂത്തികൾ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്ത് അത് ഈ വാറിൻ്റെ അകത്ത് വൈഡ് എസ്കലേഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇറാൻ്റെ സഹായത്തോടുകൂടി ഹൂത്തികൾ വീണ്ടും സൂയസ് കനാലിലൂടെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇത് ലോകത്തുണ്ടാകാൻ പോകുന്ന ഇമ്പാക്റ്റ്, പ്രത്യേകിച്ച് ഇന്ത്യയിലാണ്. അതായത് നമ്മൾ മനസ്സിലാക്കുക, ആദ്യം അതിൻ്റെ ആ മാപ്പ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാകും. അതായത് ഹോർമസ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത് വളരെ നാരോയാണ്, 29-33 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ സംഭവം. പക്ഷെ ഇതാണ് ഏറ്റവും വലിയ ഗൾഫ് മേഖലയുടെ ലൈഫ് ലൈൻ. ഗൾഫിൻ്റെ ഏറ്റവും വലിയ ലൈഫ് ലൈൻ എന്ന് പറയുന്നത് ഓയിലാണ്, വേറൊന്നും കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ദുബായുമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ടൂറിസോട്ട്, പിന്നെ സൗദി അറേബ്യയിൽ ഈ പറയുന്ന പിൽഗ്രിം, മെക്ക, മദീന അങ്ങോട്ട് പോകുന്നത്. അതല്ല, മേജർ റവന്യൂ റിസോഴ്സ് എന്ന് പറയുന്ന എക്കോണമി എന്ന് പറയുന്നത് ഓയിലും ഗ്യാസും മാത്രമാണ്. അപ്പം ഈ ഹോർമസ് പിടിച്ചെടുക്കുകയും, കാരണം ഡീറ്റെയിൻ ചെയ്തിരിക്കുകയാണ്, അതേപോലെ തന്നെ സൂയസ് കനാലിൽ ബ്ലോക്ക് കൊണ്ടുവരികയും ചെയ്തു കഴിഞ്ഞാൽ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഉറപ്പായിട്ടും ഈ രാജ്യങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഹിറ്റ് കിട്ടും. അതായത് ഈ രാജ്യത്തിൻ്റെ എക്കോണമി മുഴുവനും ഡീറെയിൽഡായി പോകും. ഏകദേശം 1 കോടി ഇന്ത്യക്കാരുണ്ട് ഈ പറയുന്ന ഗൾഫ് മേഖലയിൽ. അത് ആണെങ്കിൽ യുഎയിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരുള്ളത്. അതിലേറ്റവും കൂടുതൽ മലയാളികളാണ്. സൗദി അറേബ്യ ഇന്ത്യക്കാരുണ്ട്, മലയാളികളുണ്ട്. ഒമാൻ, ബഹ്റൈൻ, ഖത്താർ, ഈ പറയുന്ന രാജ്യങ്ങളിലൊക്കെ തന്നെ, കുവൈറ്റ്. ഇതിനി ഈ പറയുന്ന ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിലെ കുറച്ച് ആൾക്കാരുണ്ട്. അവർ ഇറാനെ ഭയങ്കരമായിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുവാണ്. അമേരിക്ക ഹോർമുസ് പിടിച്ചെടുത്തില്ല എങ്കിൽ മനസ്സിലാക്കുക, ഏകദേശം 50-60 ലക്ഷം ഇന്ത്യക്കാർ തിരിച്ചു വരും ജോലിയില്ലാതെ. ഒറ്റയടിയെ 60 ലക്ഷം ഇന്ത്യക്കാർ ഒറ്റയടിക്ക് ജോലിയില്ലാതെ ഇന്ത്യയിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് ഇതിന് വലിയ കൂടുതൽ സമയമൊന്നും വേണ്ടി വരത്തില്ല. വാർ എക്സ്റ്റെൻഡ് ചെയ്ത്, അതായത് അമേരിക്ക ഒരാഴ്ചക്കുള്ളിൽ നിന്ന് പിടിച്ചെടുത്തില്ല എങ്കിൽ ഒറ്റ മാസത്തിനുള്ളിൽ, 1 മാസം ഇപ്പോൾ കഴിയാറായി വാർ തുടങ്ങി, അടുത്ത മാസം മൂവ്മെൻ്റ് ഒന്നും നടക്കുന്നില്ല. കാരണം ശരിക്കും മൂവ്മെൻറ്റ് നടക്കുന്ന ഒരു സ്ട്രെയിറ്റാണ്, ഇടുക്കാണ് ഈ ഹോർമസ്. അവിടെ നിങ്ങോട്ട് ഇവിടുന്ന് ഇന്ത്യയൊന്നും പോകുന്നില്ല. ഇന്ത്യയുടെ ഏറ്റവും വലിയ എക്സ്പോർട്ട് സോണാണ് ഈ സംഭവം, ഈ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ശരിക്കും ബാധിച്ചിട്ടുണ്ട്. 1 മാസത്തെ കണക്കുകൂട്ടൽ നോക്കുമ്പോൾ, അതായത് വാറുമായി ബന്ധപ്പെട്ട് ഇവിടെ ഓയിലിൻ്റെ വില കൂടി, അത് ഇന്ത്യൻ ഓയിൽ കമ്പനിയെ ബാധിക്കുന്നു. LPG, ഇതിനൊക്കെ ക്ഷാമം ഉണ്ടായിട്ടുണ്ട്, അത് സത്യം തന്നെയാണ്. എത്രയാണ് ഇന്ത്യക്ക് നഷ്ടമുണ്ടായത്? 2 ലക്ഷം കോടിയാണ് 1 മാസം കൊണ്ട് ഇന്ത്യക്ക് നഷ്ടം ഉണ്ടായിരിക്കുന്നത്.
ഫോറിൻ റെമിറ്റൻസ് കുറഞ്ഞു. ഇന്ത്യൻ എക്സ്പോർട്ട് ഈ മിഡിൽ ഈസ്റ്റിലാണ്. കാരണം അങ്ങോട്ട് ഏറ്റവും കൂടുതൽ ഫുഡും മറ്റുള്ള കാര്യങ്ങൾ, സിമെൻറ്റ്, സ്റ്റീല് ഒക്കെ പോകുന്ന ഇന്ത്യയിൽ നിന്നാണ്. ഇതെല്ലാം കെട്ടിക്കിടക്കുക, അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. 2 ലക്ഷം കോടിയാണ് ഇന്ത്യക്ക് നഷ്ടം ഉണ്ടായിരിക്കുന്നത് ഒരൊറ്റ മാസം കൊണ്ട്. 2 ലക്ഷം കോടി. ഇതങ്ങോട്ട് നീണ്ടു നിൽക്കുവാണെങ്കിൽ, അതായത് അവിടുന്നുള്ള റെമിറ്റൻസും കുറഞ്ഞു. അത് ആലോചിച്ച് നോക്കണം. ഏകദേശം 2 മാസം കഴിയുമ്പോൾ, അതായത് 1 മാസം അല്ലെങ്കിൽ 1.5 മാസം കഴിയുമ്പോൾ ഏകദേശം 50-60 ലക്ഷം ഇന്ത്യക്കാരുടെ ജോലി അടിച്ചങ്ങ് പോകും. പിന്നെ ആ രാജ്യത്തിന് ഓയിലല്ലാതെ വേറെ റിസോഴ്സ് ഇല്ല. അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് മറ്റുള്ള ജോലികളല്ല. പിന്നെ ആ ഓയിലിൻ്റെ മേജർ റിസോഴ്സ് ഇല്ലെങ്കിൽ ഇവർ പിന്നെ എങ്ങനെ സാലറി എങ്ങനെ കൊടുക്കാൻ സാധിക്കുന്നത്? ഇന്ത്യക്കാരുടെ എത്രയോളം കമ്പനികളുണ്ട് ഈ രാജ്യങ്ങളിൽ, മിഡിൽ ഈസ്റ്റ് ഏഷ്യ വർക്ക് ചെയ്യുന്നത്. അത് മുഴുവനും നിന്നുപോകും, വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ടാണ് അറബ് രാജ്യങ്ങളായ UAEയും സൗദി അറേബ്യയും പറയുന്നത് ഹോർമസ് അമേരിക്ക പിടിച്ചെടുത്തേ മതിയാവും. അതായത് ഇറാൻ്റെ ഡിമാൻഡാണ് ഹോർമസ് എന്ന് പറഞ്ഞാൽ അവരുടേതാക്കി കൊടുക്കണം. അതായത് പൂർണ്ണമായിട്ട് ഓരോ ഷിപ്മെൻറ്റ് പോകാൻ നേരത്തെ ഇത്ര വെച്ച് ലെവി, അതായത് പൂർണ്ണമായിട്ടും കൺട്രോൾ. അത് ഈ പറയുന്ന അറബ് രാജ്യങ്ങൾക്ക് എങ്ങനെ അത് മുന്നോട്ട് പോകാൻ സാധിക്കും? അതിനിടയ്ക്ക് ചില വിഡ്ഢികളൊക്കെ പറയുന്നു സൗദി അറേബ്യയുടെ ഇപ്പുറത്തെ ഭാഗത്തൂടെ ഓയിൽ, അതായത് ഹോർമസ് മാറ്റിയിട്ട് സൂയസ് കനാൽ വഴി വരാൻ സാധിക്കും. അത് വന്നു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടുതലാണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ സംഭവം എന്തുവാ? അതുവഴി സൂയസ് കനാൽ വഴി വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം ഈ ഹൂത്തികൾ, അതായത് ഇറാൻ്റെ പോക്സികളാണ് ഹൂത്തി. അവർ ഈ വാറിനകത്ത് ജോയിൻ ചെയ്ത് ഇസ്രായേലിലോട്ടും മിസൈൽ അയക്കാൻ തുടങ്ങി. അവർ സൂയസ് കനാൽ കയറി ബ്ലോക്ക് ചെയ്യും. പിന്നീടാണ് ഈ കഥയങ്ങ് മാറുന്നത്. അതായത് നിങ്ങൾ ഈ പറയുന്ന പോലെ, ചില സുഡാപ്പികൾ ഈ പറയുന്ന പോലെ ഒന്നും അല്ല ഗെയിം. അല്ല, ആഹാരം കഴിച്ചാലാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് ഈ പറയുന്ന ഇറാൻ അനുകൂലമായിട്ട് നിങ്ങൾ പ്രസ്താവനകൾ ഇറക്കുന്നത്. ആഹാരം കഴിക്കാനില്ല, പണമില്ല, ജോലിയില്ല, പിന്നെ അവിടെ പോയിരുന്ന് ചെയ്യും. നിങ്ങൾ മറക്കരുത് ഗൾഫ് യുദ്ധം ആദ്യത്തെ. എന്തിനാണ് ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളെല്ലാം അമേരിക്കയുടെ മുകളിൽ പ്രേരണ ചെലുത്തി സദാം ഹുസൈനെ ഓടിച്ചതിൻ്റെ കാരണം എന്ത്? കാരണം അയാൾ കുവൈറ്റ് പിടിച്ചെടുത്തു. നാളെ UAE പിടിച്ചെടുക്കാം, കാരണം സൈനിക ശക്തിയുണ്ട്. ഈ പറയുന്ന സൗദി അറേബ്യ പിടിച്ചെടുക്കാം. ഇത് പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളില്ലാതായിപ്പോയി. അതിൻ്റെ പേരിലാണ് ഈ അമേരിക്കൻ, അതായത് ജോർജ് W. ബുഷ് അവിടെ ജോർജ് ബുഷ് ഏർപ്പെടുന്നത്. ഇതാണ് അതിൻ്റെ ഇഷ്യൂ. നിങ്ങൾ ഓരോന്നിനും അനലൈസ് ചെയ്ത് പഠിച്ച് മനസ്സിലാക്കണം. അല്ലാതെ ഞാൻ പറയുന്ന വീഡിയോ ഞാൻ അമേരിക്കയെ പിന്തുണയ്ക്കുന്നു, ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു, ഇന്ത്യയെ പിന്തുണയ്ക്കുന്നു. ചില വിഡ്ഢികൾ പറയുന്നുണ്ട്, ഗൾഫിലുള്ള ചില വിഡ്ഢികൾ പറയുന്നുണ്ട് അമേരിക്ക യുദ്ധത്തിൽ തോക്കും. അമേരിക്ക യുദ്ധത്തിലും തോക്കത്തൊന്നുമില്ല. അമേരിക്കയ്ക്ക് ഈ യുദ്ധം ജയിച്ചാലും ജയിച്ചില്ലെങ്കിൽ അവർക്കും നഷ്ടപ്പെടാനൊന്നുമില്ല. അത് ആദ്യം മനസ്സിലാക്കുക. അവർ ബേസ് വേറെ എടുത്തുകൊണ്ടങ്ങ് മാറ്റും. പക്ഷേ ഉണ്ടാകാൻ പോകുന്ന അമേരിക്കൻ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് അവിടെ ഇഷ്ടം പോലെ. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ഇന്ത്യയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. കാരണം എനർജി സപ്ലൈ ചെയിനാണ്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവനും ഇല്ലാതായി അങ്ങ് പോകും. അത് ലോകത്തെല്ലാവരെയും ബാധിക്കുന്നതിൻ്റെ കൂടി ഇന്ത്യയെ ഏറ്റവും കൂടുതൽ ബാധിക്കും. ഇന്ത്യ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഓരോ വർഷം നമ്മൾ റെമിറ്റൻസിൻ്റെ കണക്കെടുക്കുക. അതായത് അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റെമിറ്റൻസ് ഇന്ത്യയിലോട്ട് വരുന്നത് UAE എന്നാണ്. കാരണം അവിടെ ജോലി ചെയ്യുന്ന, മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്നവർ, മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ, അവർ ഇന്ത്യയിലോട്ട് പണം അയക്കുന്നു. ഈ റെമിറ്റൻസ് പകുതിയോളം ഇല്ലാതായി കഴിഞ്ഞാൽ മനസ്സിലാക്കുക, ഇന്ത്യൻ എക്കോണമിയെ സാരമായിട്ട് ബാധിക്കും. പിന്നെ ഈ ക്രൂഡ് ഓയിൽ മേടിക്കാൻ നമ്മുടെ ഇവിടുന്ന് ഈ പണം വരുന്നത് ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് കട്ട് ചെയ്തങ്ങ് പോകും. ഇന്ത്യയുടെ സാമ്പത്തിക, അതായത് INR കറൻസിയുടെ വാല്യൂ പോകുന്ന പോക്ക് നിങ്ങൾ കണ്ടോണം. ഒരു കാര്യം പറയാം, 3 ആഴ്ച വാറ് നടന്ന് 3 ആഴ്ച, 1 മാസം, 1 മാസത്തിനുള്ളിൽ 3 രൂപയുടെ കുറവാണ് ഇന്ത്യൻ കറൻസിക്ക് ഉണ്ടായിരിക്കുന്നത്. അതാണ് സെറ്റ് ബാക്ക്. ഇതാണ് ഞാൻ പറയുന്നത്, ഇന്ത്യ ഒരു ഡിപ്പെൻഡബിൾ രാജ്യമാണ്. ഇത് സ്വയം പര്യാപ്തമാകാൻ സമയമെടുക്കും. എനർജി കാര്യത്തിൽ നമ്മൾ ഈ പറയുന്ന സെൽഫ് സഫീഷ്യൻ്റ് ആവത്തില്ല. ഇത് ഈ ചില നരേറ്റീവ്സൊക്കെ സംഘ് പരിവാറിൻ്റെ ആൾക്കാർ ഇങ്ങനെ ഈ വാട്സപ്പിൽ കൂടെയും ചില ആൾക്കാരൊക്കെ കേരളത്തിലെ മീഡിയയും യൂട്യൂബേഴ്സും വലിയ സംഭവമാക്കാറുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ ഇന്ന് വരെ ടച്ച് ചെയ്തിട്ട്, കാരണം ഞാൻ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്യും. ലിത്യം കാശ്മീരെ കണ്ടുപിടിച്ചു, മറ്റോടത്ത് വേറെ സാധനം കണ്ടുപിടിച്ചു. ഇതൊക്കെ ചുമ്മാ പറയുന്ന സംഭവമാണ്. ഇതൊക്കെ ചുമ്മാ നറേറ്റീവ്സാണ്. എന്നിട്ടത് വലിയ വാർത്തയാക്കിയിട്ടുള്ളൂ. എന്നിട്ടിത് കണ്ടുപിടിച്ചത് എവിടെ പോയി?
മനസ്സിലാകുക നമുക്കിത് എക്സ്പ്ലോർ ചെയ്യാൻ ലിത്തിയം കണ്ടുപിടിച്ചാൽ തന്നെ അവിടെ ഹ്യൂജായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ ഇത് മൈൻ ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് നമ്മൾ ഈ പറയുന്ന സാങ്കേതിക വിദ്യയും നമ്മുടെ ഒന്നുമില്ല. അത് നമ്മൾ വിദേശത്ത് നിന്ന് എടുക്കണം. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ബാർമർ, അതായത് രാജസ്ഥാൻ, അവിടെ നമ്മൾ ഓയിൽ എക്സ്പ്ലോർ ചെയ്ത് ഒരു കാര്യം മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് ഏകദേശം 10 വർഷം എടുത്തു അവിടെ നിന്ന് ഈ സംഭവം ഉൽപ്പാദനം ബിഗിനിങ് എടുക്കാൻ. അത് നമ്മൾ വിദേശ സഹായത്തോടു കൂടിയാണ്, ടെക്നോളജി എടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ ഈ ടെക്നോളജിയുടെ കാര്യം നമ്മുടെ സ്വയം പര്യാപ്ത ആയിട്ടില്ല. എവിടെ ഈ IT-യുമായി ബന്ധപ്പെട്ട ബാക്ക് ഓഫീസ് ഇപ്പോഴാണ് നമ്മൾ ടെക്നോളജി ഇന്നോവേഷനിലോട്ട് കടക്കുന്നത്. അല്ലാതെ ആ കാര്യത്തിൽ നമ്മൾ പുറകില് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷമേ ആയിട്ടുള്ളൂ. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഇന്ത്യയുടെ ടാലൻറ്റുകളെല്ലാം വിദേശ രാജ്യങ്ങളിലോട്ടങ്ങ് പോയി. ഈ ടാലൻറ്റ് ഇന്ത്യയിൽ നിന്നാലല്ലേ ഇതേപോലെ റിസർച്ചും അനാലിസിസും ഈ സംഭവം അങ്ങ് കൊണ്ടുവന്ന് ഇതിനെ മറ്റൊരു സ്റ്റേജിലോട്ടാക്കാൻ സാധിക്കും. ഇവിടെ ഞാൻ ആ ടോപ്പിക്കിലോട്ടല്ല പോകുന്നത്. അതായത് നമ്മൾ ഡിപ്പെൻഡബിളാണ്. പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ പറയാം, ഈ പറയുന്ന നമുക്ക് ഈ ഷോർട്ടേജ് ഉണ്ടായ സമയത്ത് ഓയിലിൻ്റെയും ഗ്യാസിൻ്റെയും, അതായത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ അത് കൃത്യമായിട്ട് ഇടപെട്ട് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വില വളരെയധികം കൂടുതൽ കൊടുത്തിട്ടാണ്. ഏകദേശം $115 $120 ഇന്ത്യ കൊടുത്തു പലയിടത്തും ഷിപ്മെൻറ്റ് വാങ്ങാൻ വേണ്ടി. അങ്ങനെ നമ്മളിത് കൊണ്ടുവന്ന് നമ്മളിപ്പോഴും മനസ്സിലാകും ഷോർട്ടേജ് ഉണ്ട്. പക്ഷേ അത് കുറച്ചും കൂടെ കഴിയുമ്പോൾ ശരിയാകും. പക്ഷേ ഇന്ത്യൻ എക്കോണമിയെ അത് ഡീപ്പായിട്ട് ബാധിക്കും. റെമിറ്റൻസ് ഡീപ്പായിട്ട് ബാധിക്കാൻ പോവുകയാണ്. അതായത് ഇത്രയും ഇന്ത്യക്കാർ ജോലിയില്ലാതെ 2 മാസം കൂടെ കഴിയുമ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇന്ത്യയെ ബാധിക്കും. റെമിറ്റൻസ് ഏകദേശം 3/4% കുറയും. ഇന്ത്യൻ ബിസിനസ് കമ്മ്യൂണിറ്റി, അതായത് മിഡിൽ ഈസ്റ്റ് ഏഷ്യയുമായിട്ട് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത് ഈ സാധനം പോകുന്നില്ല എങ്കിൽ അത് വലിയ സർപ്ലസ് ആയിട്ട് മാറും. അവരുടെയും വെടിയങ്ങ് തീരും. മനസ്സിലാക്കും. അതുകൊണ്ടാണ് ഓരോ രാജ്യങ്ങളും മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ഡിപ്പെൻഡഡ് ആണ് എന്ന് പറയുന്നതിൻ്റെ കാരണം. നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്തില്ലായിരുന്നു നമ്മൾ ഇത്രയും ഡിപ്പെൻഡൻസിയുടെ ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഡെവലപ്പിംഗ് കൺട്രി ആയതുകൊണ്ട് നമുക്ക് ഡിപ്പെൻഡൻസ് കൂടും. നമ്മൾ ഫർദർ ഡെവലപ്പ് ചെയ്താൽ വീണ്ടും കൂടും. അതാണ് മനസ്സിലാക്കുക. എനർജിയുടെ പഴയ ഉപയോഗവും, അതായത് കൺസ്യൂമർ ഇപ്പോഴത്തെ കൺസ്യൂമർ വളരെ വ്യത്യാസമുണ്ട്, ഷാർപ്പായിട്ടുണ്ട്. ഇപ്പോൾ വളരെയധികം കൂടി. കാരണം ഡെവലപ്പിംഗ് എക്കോണമിയിൽ എനർജിയുടെ കൺസംഷൻ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. അതാണ് അതിൻ്റെ കാര്യം. അപ്പം എനർജിയെ ബേസ് ചെയ്താണ് ഓരോ രാജ്യത്തിൻ്റെ എക്കോണമി മുന്നോട്ട് പോകുന്നു പുറകോട്ട് പോകുന്നു ഒക്കെ തീരുമാനിക്കുന്നത്. അതിൻ്റെ ബേസിൽ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ക്രാഷ് ഉണ്ടാവുന്നത്. ഇനി ഈ കാര്യത്തിലോട്ട് വരാം. അതായത് അമേരിക്ക ഇത് പിടിച്ചെടുക്കുമെന്നുള്ളത് തന്നെയാണ് ഏകദേശ ധാരണ. കാരണം അത് പിടിച്ചെടുത്തില്ല എങ്കിൽ ഈ പറയുന്ന അറബ് രാജ്യങ്ങൾ പട്ടിണിയിലായിപ്പോൾ അവരുടെ ലൈഫ് ലൈൻ ഇല്ലാതായി മാറും. ഇത്രയും ഇന്ത്യക്കാരുടെ ജോലിയല്ല, ആ രാജ്യങ്ങൾ തന്നെ പല രാജ്യങ്ങളും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് സപ്ലൈ ചെയ്തിട്ടുണ്ട്, ടെക്നോളജി ഉണ്ട്, മറ്റ് പലതുമുണ്ട്. അപ്പോൾ ആ രാജ്യം സർവൈവ് ചെയ്യണം. അതുകൊണ്ടാണ് ഖത്തർ കംപ്ലീറ്റ് പ്ലേറ്റ് മാറ്റിയത്. അവർ ഇറാനെ സപ്പോർട്ട് ചെയ്തിരുന്നത് ഖത്തർ പെട്ടെന്ന് അറബ് രാജ്യങ്ങളുടെ കൂടെ അമേരിക്കയുടെ കൂടെ നിൽക്കുകയാണ്, നയത്തിൽ മാറ്റം ഉണ്ടാക്കി. ഈ അടുത്ത സമയത്ത് പാരീസിൽ വെച്ച് G7 മീറ്റിംഗ് നടന്നു. അതായത് G7 രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാർ, ഇന്ത്യ അതിൻ്റെ അകത്ത് ഇന്ത്യ ഇത് ഇൻവൈറ്റ് ചെയ്യാണ്. മനസ്സിലാക്കുക, സൗത്ത് ആഫ്രിക്ക പാരീസ് ഒഴിവാക്കി. അതായത് അമേരിക്കൻ പ്രഷർ സൗത്ത് ആഫ്രിക്ക ഇൻവൈറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞു. അവസാനം ലാസ്റ്റ് മൂവ്മെൻറ്റ് സൗത്ത് ആഫ്രിക്ക ഒഴിവാക്കി. അത് ജൂലൈയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പാരീസിൽ പോകാൻ പോവുകയാണ്. G7 സമ്മിറ്റ് ഇൻവൈറ്റ് മാത്രമാണ്, ഇന്ത്യ G7 മെമ്പറല്ല. മനസ്സിലാക്കുക. അതിൽ G7 രാജ്യങ്ങൾ എന്താണ് പറഞ്ഞത്? അറബ് രാജ്യങ്ങളെ ആക്രമിക്കുന്ന, സിവിലിയൻസിനെ ആക്രമിക്കുന്നിടത്ത് ഇന്ത്യ പൂർണ്ണമായിട്ടും ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ അറബ് രാജ്യങ്ങളുടെ കൂടാണ്, ഇറാൻ്റെ കൂടല്ല. പക്ഷേ ഇന്ത്യയുടെ ലൈഫ് ലൈനുണ്ട്, ഈ പറയുന്ന ഓയിലും ക്രൂഡും ആണെങ്കിലും LPG. അതിനൊരു താൽക്കാലിക വിരാമം കിട്ടണം, അല്ലെങ്കിൽ ഇന്ത്യയെ വല്ലാതെ ഇത് കയറി ബാധിക്കും. കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഓരോ ദിവസവും ഓരോ കാര്യങ്ങളും ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. ഹോർമസ് എന്ന് പറഞ്ഞ കൺക്ലൂഡ് ചെയ്യുന്ന പാർട്ട്, ഹോർമസ് എന്ന് പറഞ്ഞ സംഭവം അമേരിക്ക പിടിച്ചെടുത്തിട്ടില്ല എങ്കിൽ കൃത്യമായിട്ട് പറയാം 50-60 ലക്ഷം പേര് ഇന്ത്യക്കാരുടെ ജോലി വിത്തിൻ 2 മന്ത്സിനുള്ളിൽ തെറിയും. ഈ പറയുന്ന റെമിറ്റൻസ് കുറയും, ഇന്ത്യൻ എക്കോണമിയെ ബാധിക്കും, ഇന്ത്യക്കാർക്ക് ജോലി ഇല്ലാതാകും. ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ തന്നെയാണ് അറബ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത്. സർവീസ് സെക്ടറിലാണെങ്കിലും കൺസ്ട്രക്ഷനിലാണെങ്കിലും ഓയിൽ ഫീൽഡിലാണെങ്കിലും
ഈ സാധനം ഓയിൽ മൂവ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഈ രാജ്യങ്ങൾക്ക് ലൈഫ് ലൈൻ, അവരുടെ സാമ്പത്തിക സ്ഥിതി കംപ്ലീറ്റ് തകർന്നു പോകും. അപ്പോൾ അവരാദ്യം ചെയ്യുന്ന വിദേശികളെ പുറത്താക്കുക. ഇനി മറ്റൊരു സംഭവം ശ്രദ്ധിച്ചുകൊള്ളുക. UAE ഇറാൻ്റെ മുഴുവൻ സംഭവങ്ങൾ അവിടുന്ന് പാക്ക് ചെയ്തു. അവരുടെ സ്കൂൾ അടപ്പിച്ചു, അവരുടെ കൾച്ചറൽ സെൻറ്റർ അടപ്പിച്ചു, അവരുടെ ഹോസ്പിറ്റൽ അടപ്പിച്ചു. അതായത് കൃത്യമായിട്ട് UAE പറഞ്ഞു ഇറാനുമായിട്ടൊരു സഹകരണം അവർ ഫർദർ ഉണ്ടാകുകയില്ല. ആ രീതിയിലാണ് UAE പോകുന്നത്. അത് അറബ് ഈ പറയുന്ന സൗദി അറേബ്യൻ പിന്തുടരും, മറ്റുള്ള അറബ് രാജ്യങ്ങളും അത് ഫോളോ ചെയ്യാൻ പോവുകയാണ്. കാരണം ഈ രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട ശത്രുവായിട്ട് ഇറാൻ മാറി. കാരണം ഈ രാജ്യങ്ങളിലെ ലൈഫ് ലൈനെയാണ് ഇറാൻ കയറി ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. ഇത് എത്ര ദിവസം മുന്നോട്ട് പോകാൻ പറ്റും, അതിനെപ്പറ്റിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അമേരിക്ക ഇത് പിടിച്ചെടുത്താൽ മാത്രമേ ഈ രാജ്യങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ പറയുന്ന അവരുടെ എക്കോണമിയും ട്രേഡും, അതായത് ഓയിലിൻ്റെ ട്രേഡും നടത്തുവാൻ സാധിക്കൂ. ഇറാൻ്റെ കസ്റ്റഡിയിൽ ഇത് പോവുകയാണെങ്കിൽ അറബ് രാജ്യങ്ങളുടെ തകർച്ചയ്ക്കൊപ്പം അത് ഇന്ത്യക്കാരുടെ ജോലി അതായത് നമ്മൾ ചെയ്യുന്ന ജോലി, ഇന്ത്യക്കാർ ചെയ്യുന്ന അവിടുത്തെ സർവീസ് സെക്ടറിലും ബിസിനസ്സും പൂർണ്ണമായിട്ടും ബാധിക്കും. ഇന്ത്യൻ എക്സ്പോർട്ടിനെ ബാധിക്കും, ശരിക്കും ബാധിക്കും. കാരണം ഇന്ത്യൻ കാർഷിക രംഗം, ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വീറ്റ് പോകുന്നത്. പച്ചക്കറികൾ, മറ്റുള്ള സ്റ്റീല്, മറ്റുള്ള ഗുഡ്സ് എല്ലാം ഇന്ത്യയിൽ നിന്നാണ് ഈ പറയുന്ന അറബ് രാജ്യങ്ങളിലോട്ട് പോകുന്നത്. അതിനെ ഡീപ്പായിട്ട് ഇത് കയറി ബാധിക്കും. അതുകൊണ്ട് ഇത് അമേരിക്ക പിടിച്ചെടുക്കുക എന്നല്ലാതെ വേറൊരു പോംവഴിയില്ല. അതിൻ്റെ പേരിൽ തന്നെയാണ് അമേരിക്കൻ പത്രങ്ങളെല്ലാം പറയാൻ തുടങ്ങി അമേരിക്ക ഇത് പിടിച്ചെടുക്കണം, എന്നാൽ മാത്രമേ ഇന്നൊരു ഫ്രീഡം ഉണ്ടാവൂ, അല്ലെങ്കിൽ ഇത് ഇറാൻ്റെ കസ്റ്റഡിയിലായിരിക്കണം. ഇനി അത് പിടിച്ചെടുക്കാൻ വേണ്ടി ചിലപ്പോൾ അമേരിക്ക ഇറാനിൽ ന്യൂക്ലിയർ ബോംബ് വരെ ഇടും. അതിന് വരെയുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം UAE, സൗദി അറേബ്യ, ഈ അറബ് രാജ്യങ്ങളുടെ പ്രഷറുണ്ട്. കാരണം അവൻ്റെ എക്കോണമിയാണ് ബാധിച്ചിരിക്കുന്നത്. എക്കോണമിയെ ബാധിച്ചു കഴിഞ്ഞാൽ അവർ അമേരിക്കയ്ക്ക് ഓപ്ഷൻ കൊടുക്കും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, ഇത് പിടിച്ചെടുത്ത് കയ്യിൽ തരണം. ഒറ്റ കാര്യമുള്ളൂ. ആ രീതിയിലോട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.